Hello, hi, and welcome back to my channel. 4 ദിവസത്തിന് മുൻപ് പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് എന്ന സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയത് ഫഹദ് ഫാസിലായിരുന്നു. അന്ന് ഫഹദോടെ കൊടുത്ത സ്പീച്ചിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ 41ാമത്തെ വയസ്സിൽ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന അവസ്ഥ കണ്ടുപിടിച്ചത്. പിന്നീട് ADHD എന്താണെന്നുള്ള ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് കുട്ടിക്കാലത്ത് ചില കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കാൻ പാരന്റ്സിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ചില കേസുകളിൽ പാരന്റ്സ് കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ കുട്ടികൾക്ക് തോന്നുകയാണ് എനിക്ക് എന്റെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം കിട്ടുന്നില്ല, എന്നെക്കാളും മറ്റേ ആളോടാണ് അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടികളോടാണ് എന്റെ പാരന്റ്സിന് കൂടുതൽ സ്നേഹം. ഇതൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുട്ടികൾ പാരന്റ്സ് പോലും അറിയാതെ ഈ പറഞ്ഞ ADHD എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോകാൻ തുടങ്ങും. ഇത് അങ്ങനെ കുട്ടികളുടെ ബ്രെയിനിലെ ന്യൂറോ സിസ്റ്റത്തിൽ ചെറുതായിട്ടൊന്ന് ബാധിക്കും. അങ്ങനെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഒരു ചെറിയൊരു വേരിയേഷൻ സംഭവിക്കും. അങ്ങനെയാണ് ഈ ADHD ഉണ്ടാകുന്നത്. ഇതൊരു 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സൊക്കെ ആകും കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് ചിന്തിച്ച് തുടങ്ങാം. പിന്നെ ഈ ഒരു അവസ്ഥ ഡിറ്റക്ട് ചെയ്യുന്നതിലെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികളിലും മാതാപിതാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അങ്ങ് ഉൾവലിഞ്ഞു പോകും, പക്ഷേ ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഈ രണ്ട് എക്സ്ട്രീമിലും ADHD ഉണ്ടാകാം. ആൻഡ് വേറെ ചില കേസുകളിൽ ഇത് രണ്ടുകൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു സ്വഭാവമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരുപാട് വാശി പിടിക്കുന്നതാവാം. അത് കുഞ്ഞുങ്ങളുടെ സ്വതവേയുള്ള നേച്ചറാണ്. കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നതാവാന്ന് കരുതും ചില പാരന്റ്സ്. മറ്റു ചില കുട്ടികളിലാകട്ടെ നമ്മൾ കരുതും ഭയങ്കര ഉഴപ്പാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അലസതയാണ്, ഇത് ആരോടും മിണ്ടുന്നില്ല, ഇത് മൊത്തത്തിൽ ഉൾവലിഞ്ഞ സ്വഭാവം, പഠിക്കുന്നില്ല, മൊത്തത്തിൽ ഉഴപ്പ്. അപ്പോൾ അതിനെ ശകാരിക്കും പാരന്റ്സ് ഓട്ടോമാറ്റിക്കലി. പിന്നെ ടീച്ചേഴ്സും പാരന്റ്സിനെ വിളിച്ച് കംപ്ലയിന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിംറ്റം ഇങ്ങനെ വളർന്ന് പിന്നീട് വലുതാകുമ്പോഴത്തേക്കും ഇത് ഭയങ്കര മോശം സ്ഥിതിയിലേക്ക് പോകുന്നത്. മോശം സ്ഥിതി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല നമ്മൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ ഇവർ സംസാരിക്കും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ശ്രദ്ധ ചെലുപ്പിക്കാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞു തീർക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. കുട്ടികൾക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ കുറേ വലുതായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് മാറ്റിയെടുക്കാനേ സാധിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. കുട്ടിക്കാലത്തല്ലേ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. ആ ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ പ്രായത്തിൽ പരിഹരിക്കാൻ കഴിയും. പിന്നീട് ഭാവിയിൽ പ്രത്യേകിച്ച് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒന്നും ഇല്ല, ആ ഒരു ന്യൂറോ സിസ്റ്റത്തിലെ തകരാറ് അതുപോലെ തന്നെ അവിടെ ഉണ്ട്. നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അത് പിന്നെ എന്താണ് നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി മാറും. അപ്പോൾ കൊച്ചിൽ തന്നെ ഇത് ശ്രദ്ധിച്ച് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ചികിത്സ എടുത്ത് അത് കുട്ടികളിൽ നിന്നും അങ്ങനെ ഒരു പ്രശ്നം മാറ്റാൻ പറ്റും. പക്ഷേ പിന്നീടൊക്കെ ആകുമ്പോൾ മൈൻഡ് സെറ്റിലും ബ്രെയിനിലും അതെല്ലാം ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന ആൾ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ശാന്തനാകുന്ന ആൾ, എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇങ്ങനെയൊക്കെ പല ആൾക്കാരും പലതായി മാറും ഈ അവസ്ഥ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ വന്ന് കിടപ്പുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. പക്ഷേ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല. ഫഹദ് ഫാസിലിനെ പോലെ ഒരാൾ, കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആരാധകരുള്ള ഒരു നടൻ, അദ്ദേഹം ഇതേപോലെ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. തനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെന്ന് എല്ലാവരോടും ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് കൂടി ഇദ്ദേഹത്തിലൂടെ അവർ പോലും അറിയാതെ ഒരു ധൈര്യം പകരുകയാണ്. അതായത് നമുക്ക് ഇതുപോലത്തെ ഒരു രോഗാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവരോട് പറയാം, അത് പറയുന്നതിൽ ഒരു തെറ്റില്ല, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ, അവരെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടാതെ പോകണ്ട എന്നുള്ള ഒരു മെസ്സേജ് ഇതിലെനിക്ക് കാണാൻ സാധിച്ചു. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ചെറിയൊരു BPയോ ഷുഗറോ തൈറോയിഡോ ഇങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പറയാൻ മടിക്കുന്ന ആൾക്കാരാണ് പലരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ ഇതുപോലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് കുറേ ആൾക്കാരെങ്കിലും ചിന്തിക്കും, അതായത് അവർക്ക് പറയാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കണം എന്നല്ല, പക്ഷേ നമ്മളുടെ പോലെ ഒരു അവസ്ഥയിൽ കൂടി മറ്റൊരാൾ കടന്നു പോകുന്ന കാണുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിനുള്ള ഗൈഡൻസ് കൊടുക്കാൻ പല ആൾക്കാരും തുനിയുന്നുള്ള സത്യമാണ്. കാരണം അവർക്ക് എന്താണ് ആ രീതിയിൽ പോലും അവരുടെ അസുഖം മറ്റുള്ളവർ അറിയുന്ന താല്പര്യമില്ല. അപ്പോൾ അവിടെ എനിക്ക് ഫഹദ് ഫാസിലിനെ ഭയങ്കരമായിട്ടൊരു റെസ്പെക്ട് തോന്നി. കാരണം പുള്ളിക്കാരന് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെന്ന് അവിടെ പറയേണ്ട ഒരു കാര്യവും പുള്ളിക്കാരനില്ല, പക്ഷേ പുള്ളി അത് തുറന്ന് പ്രകടിപ്പിച്ചു. അതിന് പിന്നിൽ മറ്റൊരു ഇൻറ്റൻഷനും ഇല്ല. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇത് ഡിറ്റക്ട് ചെയ്ത് 41ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം ഈ സ്പീച്ച് നടത്തുന്നത് പീസ് വാലി എന്ന ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോഴാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ട്രീറ്റ് ചെയ്ത ഈ ഒരു അസുഖം മാറി കിട്ടുമെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളിക്ക് കുട്ടിക്കാലത്ത് കിട്ടാതിരുന്ന ട്രീറ്റ്മെന്റ് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പുള്ളി അത് തുറന്ന് പറയുന്നത്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ട്, അതിനെന്ത് ചെയ്താൽ ശരിയാകുമെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ അവസ്ഥ വന്നേക്കാവുന്ന ഏതെങ്കിലും ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരോട് ഷെയർ ചെയ്യാം, അതെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പേടിക്കാനുള്ള കണ്ടീഷനൊന്നും അല്ല, ഇത് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവിടെയാണ് നിങ്ങൾ കാണിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ധൈര്യമായി പറഞ്ഞു കൊടുക്കാം. അതിന് അവിടെ ചമ്മലിൻ്റെയോ നാണക്കേടിൻ്റെയോ ഒരു ആവശ്യമില്ല. കാരണം നമ്മളെ കഴിഞ്ഞൊരു ഹെൽപ്പാണ് അവർക്ക് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫഹദ് ഫാസിലിന്റെ സ്പീച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അതിന്റെ കമന്റ് സെക്ഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് വന്ന് അതിന് താഴെ ഇട്ടിരിക്കുകയാണ്, ഒരുപാട് നാൾ കൊണ്ട് ഞാൻ തിരഞ്ഞുകൊണ്ട് നടന്ന എൻ്റെ അസുഖം എനിക്ക് മനസ്സിലായി. കാരണം ചില ആൾക്കാർ അവർ തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ശാന്തനായിരുന്നത് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, വളരെ ആക്റ്റീവായിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് ശാന്തനാകുന്നു, എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, നമുക്ക് മനസ്സിലാവത്തില്ല ഇതെന്താ ശരിക്കും ഉണ്ടാകുന്നതെന്ന്. നമ്മൾ പോലും അറിയാൻ നമ്മൾ അങ്ങനെ ആയി പോകുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പല ആൾക്കാരും പുറത്ത് പോലും പറയത്തില്ല. കാരണം പുറത്ത് പറഞ്ഞ ആൾക്കാർക്ക് നിനക്ക് പ്രാന്താന്ന് പറയും. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും നിനക്ക് വട്ടാ, നിനക്ക് പ്രാന്ത, ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞ്
നമ്മളങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അല്ലാതെ നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിനൊന്നും ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പല ആൾക്കാരും ശ്രമിക്കാറില്ല. ഓക്കെ, അത് അങ്ങനെ ഉണ്ടോ, എന്നാൽ നമുക്ക് നോക്കാം, എന്താണ് കാര്യം, നീ ഡീറ്റെയിൽഡ് പറ, നമുക്ക് വേണമെങ്കിൽ ഡോക്ടറിനെ കാണാം, നമുക്ക് അതനുസരിച്ചുള്ള കെയറിങ് എടുക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതാണ് ആ കമന്റ് സെക്ഷനിൽ എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എഴുതിയിരിക്കുകയാണ്, എനിക്ക് എന്തായിരുന്നു എൻ്റെ പ്രശ്നമെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല, അത് മനസ്സിലാക്കി തന്ന ഫഫയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി, ഞാൻ ഈ സ്പീച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം എന്താണോ അത് കമന്റ് സെക്ഷനിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രവചിച്ചുകൊണ്ട് വരുന്ന കാര്യമൊന്നുമല്ല. അത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഒരുപാട് പൈസയുള്ള ആൾക്കാർക്കും വരാം, പാവപ്പെട്ട ആൾക്കാർക്കും വരാം. നമുക്ക് അതിനെ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. നമുക്ക് ആപാടെ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല നമുക്ക് റിക്കവർ ആവാൻ പറ്റിയില്ല, പക്ഷേ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നവരോട് പറഞ്ഞ് അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.